തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു മനഃശാസ്ത്ര പുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിലൊന്നിൽ ഒരു മരത്തിൻ്റെ മനോഹരമായ ചിത്രത്തിന് താഴെ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി: ഈ ഇരുകാലികൾക്ക് അറിഞ്ഞുകൂടാ എപ്രകാരമാണ് ഞങ്ങൾ ലോകത്തിന് വെളിച്ചം നൽകുന്നത്. മനുഷ്യനെന്ന ഇരുകാലിക്ക് അറിഞ്ഞുകൂടത്രേ എങ്ങനെയാണ് നിശബ്ദമായി ഈ പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങളും പ്രകൃതിയും ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നതും അവരുടെ ദൗത്യം പൂർത്തിയാക്കുന്നതും. കേരളത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായി. 100 ഭവനങ്ങളിൽ 7 വീട്ടിലെങ്കിലും മാനസിക അസ്വസ്ഥതയുള്ള ഒരാളെങ്കിലും ഉണ്ട്. കുറച്ച് വർഷം മുമ്പത്തെ പഠനമാണിത്. കേരളം ഇന്ന് വല്ലാതെ ഒരു ഡിപ്രസീവ് സൊസൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കളിയും ചിരിയും ആനന്ദവും നമ്മളിൽ നഷ്ടപ്പെടുകയും മോഹഭംഗങ്ങളും നൈരാശ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ സ്തോത്രഗീതം ആലപിക്കുമ്പോൾ മാതാവ് പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ദൈവം രക്ഷകനാണെന്നും തൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്നും മറിയം പാടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റെന്തിലും ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചാൽ അവയെല്ലാം തീർത്താൽ തീരാത്ത ദുഃഖവും നിരാശയുമായി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയേക്കാം. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും മൃഗങ്ങളും സസ്യങ്ങളും വൃക്ഷങ്ങളുമെല്ലാം ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് പോലെ അതിലും എത്രയോ അധികമായി ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ വിഷാദ ചിന്തകളെ, നൈരാശ്യബോധത്തെ, ഇച്ഛാഭംഗത്തെ അവയെല്ലാം നല്ലവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയവും മറിയത്തോടൊപ്പം പാടാൻ കഴിയണം: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതിനാവശ്യമായ കൃപാവരം നല്ലവനായ ദൈവത്തോട് നമുക്ക് ചോദിക്കാം.